നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നൽവഴി എന്നും നടക്കേണം, നല്ലത് മാത്രം ചെയ്യണം. നൽവഴി എന്നും നടന്നിടാം, നല്ലൊരു പാഠം ചൊല്ലിടാം. ജീസസ് കിഡ്സ്, ജീസസ് കിഡ്സ്. ആനന്ദത്തിന്റെയും സ്നേഹത്തിന്റെയും തേന്മഴ പെയ്യുന്ന ജീസസ് കിഡ്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സന്തോഷത്തിൽ ആനന്ദിക്കുവാനും സങ്കടങ്ങളിൽ പങ്കുചേരുവാനും നമ്മെ കാത്തിരിക്കുന്നു നമ്മുടെ കൂട്ടുകാർ, കാട്ടിലെ കൂട്ടുകാർ. കണ്ട നോക്കി നോക്കിയ ഗംഭീറിന്റെ പുതിയ സിനിമ റിലീസായിരുന്നു. അടിക്കടി എത്ര സിനിമ പുറത്ത് ഹിറ്റായത്. എല്ലാ സൂപ്പർ ഹിറ്റും. അല്ലേലും ചിലരുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാകുന്നതോട് കൂടി തൊടുന്നതെല്ലാം പൊന്നാകുന്നേ. അപ്പൊ പറഞ്ഞത് നേരെ കിട്ടാ. പാവത്ര കഷ്ടപ്പെട്ടാണ് ഗംഭീർ സിനിമയിലെത്തിയത്. എന്തായാലും ഗംഭീർ ഇപ്പൊ ഹീറോ ആയി. എന്റെ പീലി, ഗംഭീർ ഹീറോ ആയതേ അവന്റെ കഴിവ് കൊണ്ട് മാത്രമാ. പിന്നെ അഹങ്കാരം അല്പം പോലും ഇല്ല. എല്ലാവരോടും നല്ല പെരുമാറ്റം, വിനയം, സത്യസന്ധത എല്ലാം ഗംഭീറിനുണ്ടേ. അതെ അതെ, അത് ശരിയാട്ടോ. ഗംഭീറിന്റെ ഉയർച്ചയിൽ ഇതൊക്കെ ഒരു ഘടകമായെന്നാണ് പറഞ്ഞു വരുന്നത്. തീർച്ചയായും. വമ്പൻ സാറ് പറഞ്ഞത് ഓർമ്മയില്ലേ? ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ ഈ ഘടകങ്ങളെല്ലാം അത്യാവശ്യമാണെന്ന്. എന്തായാലും ഗംഭീറിന്റെ സിനിമ കാണുന്നത് തന്നെ ഒരു സുഖ. നിങ്ങൾക്കറിയോ, ഗംഭീറിന്റെ പ്രതിഫലത്തിന്റെ ഒരു ഭാഗം കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുകയാണ് അദ്ദേഹം. അതെ, എന്തായാലും നമുക്ക് സിനിമ കാണണം. റിലീസിന്റെ അന്ന് തന്നെ പോയി കാണണം. ആയിക്കോട്ടെ, ഇത് ഇവിടെ ഇരിക്കട്ടെ. എന്തൊരു നിൽപ്പായത്. ഇങ്ങനെ വിഷമിക്കാതെ നമുക്ക് എന്തെങ്കിലും പരിഹാരമുണ്ടാക്കാമെന്ന് സമാധാനിക്ക്. എങ്ങനെ പരിഹരിക്കാനാ കപിലേ? ഞാൻ വലിയ നടനൊക്കെ തന്നെയാ, പക്ഷേ ഒരു സിനിമയിൽ പോലും ഞാൻ ഇത്രയും കാലമായിട്ട് അഭിനയിച്ചിട്ടില്ല. ഓ എന്റെ പപ്പീസേ, പപ്പീസ് ഇപ്പൊ കുടുംബ സദസ്സുകളിലെ നായകനല്ലേ? ടെലിഫിലിം, മെഗാ സീരിയൽ, ഓ ഒന്നും പറയണ്ട. പിന്നെ അതൊക്കെ ആര് കാണാനിപ്പോ? ആ ഗംഭീറിന്റെ ഒരു ഭാഗ്യം. എത്ര സിനിമകളാ സൂപ്പർ ഹിറ്റായത്. എന്റെ പപ്പീസേ, നമുക്കും ശ്രമിച്ചാല് പപ്പീസിനും ഹീറോ ആവാം. അതെങ്ങനെയാ? അത് പിന്നെ അല്പം റിസ്ക് ഉള്ള പണിയാണ് കേട്ടോ. കപില് കാര്യം പറ. റിസ്ക് എടുക്കാനൊക്കെ ഞാൻ തയ്യാറാ. പിന്നെ അല്പം പണച്ചവും കാണും, പിന്നെ കുറച്ച് ബുദ്ധിയും. ഓ പണം ഒരു വിഷയമേ അല്ല. കപിൽ കാര്യം പറ. അതായത് തിരക്കഥ, സംഭാഷണം, സംവിധാനം ഒക്കെ നിർവഹിക്കുന്ന ഒരു സൂപ്പർ ഡയറക്ടർ അല്ലേ നമ്മുടെ ജിംബൻ ദാസ്. ഓ അതുകൊണ്ട് ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാനാ? നമ്മൾ പോയി ജിംബൻ ദാസിനെ കാണുന്നു, കാര്യം പറയുന്നു. എന്റെ കപിലേ,
ഹിറ്റ് സിനിമ മാത്രം എടുക്കുന്ന ജിംബൻദാസിനെ കണ്ട് എന്നെ അഭിനയിപ്പിക്കാൻ പറഞ്ഞാൽ അതിനാണ് പണം. പപ്പീസിനെ അഭിനയിക്കാൻ കഴിവില്ലേ? അങ്ങനെ ചോദിച്ചാൽ അഭിനയിക്കാനൊക്കെ കഴിവുണ്ട്, ആ സംശയം. എങ്കിൽ പിന്നെ പണം മാത്രം അത് മതി. എങ്ങനെ? കാര്യം പറ. എന്റെ പപ്പീസെ ഫ്രീ ആയിട്ടാണ് പപ്പീസ് അഭിനയിക്കുന്നത്. അതുപോലെ വിതരണം, മറ്റ് സാമ്പത്തിക സഹായം നമ്മൾ ചെയ്യാമെന്ന് നിൽക്കുന്നു. ഓഹോ, സംഗതി കൊള്ളാം. പക്ഷേ ആ ജിംബൻദാസ് സമ്മതിക്കുമോ? അതൊന്നും ഒരു പ്രശ്നമല്ല. സാമ്പത്തികം മുടക്കാൻ തയ്യാറായാൽ സിനിമ എടുക്കാൻ ആരും തയ്യാറാകും. എങ്കിൽ ടൈം കളയണ്ട, നമുക്ക് വേഗം പോകാം. വാ. പപ്പീസിനപ്പോ തിട്ടക്കമായോ സിനിമയിൽ അഭിനയിക്കാൻ? ഗംഭീറിനെ പോലെ എനിക്കും സൂപ്പർ ഹീറോ ആവണം. ഓഹോ, എങ്കിൽ നമുക്കൊരു കൈ ശ്രമിക്കാം. ശരി, വാ. ഈ സമയത്ത് അവിടെ കാണുമോ ആവോ? എന്തായാലും പോയി നോക്കാം. എന്റെ സ്വപ്നം കൊണ്ട് പണിത വീട്, ഇത് നശിപ്പിക്കാൻ ഞാൻ ഒരുത്തനെയും സമ്മതിക്കില്ല. നല്ല സമയം. സ്ക്രിപ്റ്റ് എഴുതുകയാണെന്നാ തോന്നുന്നത്. ഈ നേരത്തെ ശല്യം ചെയ്താലേ അത് മതി എന്റെ റോള് പോവാൻ. മനസ്സിലായോ? എന്റെ പപ്പീസെ പേടിക്കാതെ വാ. നമ്മൾ കാര്യം പറയുന്നു, അത്ര തന്നെ. ബാക്കി പിന്നെയല്ലേ, നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. വാ. അതെ, ഇത് പൊന്നുകളെയെന്ന എന്റെ സ്വന്തം ഭൂമി. ഇത് ഞാൻ മറ്റാർക്കും വിട്ടുകൊടുക്കില്ല. സാർ 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 ഈ മണ്ണിൽ ഞാൻ എന്റെ സ്വപ്നങ്ങൾ പണിതുയർത്തും. സാർ സാർ മനസമാധാനമായിട്ട് എഴുതാനും സമ്മതിക്കില്ല. സാർ അവസരത്തിനാണെങ്കിൽ പിന്നെ വാ, ഞാൻ അല്പം തിരക്കില്ല. അതല്ല സാർ, ഇത് പപ്പീസ്. അതിന് ഞാൻ എന്ത് വേണം? സാറേ, എനിക്ക് സാറിന്റെ സിനിമയിൽ ഒന്ന് അഭിനയിച്ചാ കൊള്ളാമെന്നുണ്ട്. അഭിനയിക്കാനോ? എന്റെ സിനിമയിലോ? താനോ? ഈ പപ്പീസ് നല്ലൊരു അഭിനേതാവാ. ഒരുപാട് സീരിയലുകളിലും മെഗാ സീരിയലുകളിലും ഒക്കെ നായകനാണ്. ഈ സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട് ടിവിയുടെ. മാത്രമല്ല, സാറിന്റെ സിനിമയിൽ അഭിനയിക്കുന്നതിന് പ്രതിഫലം വേണ്ട. വേണമെങ്കിൽ സിനിമ പിടിക്കാനുള്ള പണവും തരും. ചിലപ്പോ സിനിമ ഫുള്ളായിട്ട് വിതരണവും ചെയ്യും. ശരിയാണോ ഇയാൾ പറയുന്നത്? അതെ സാറേ, എനിക്ക് കഴിവുണ്ട്, ഞാൻ അഭിനയിക്കും സാറേ. അത് തീരുമാനിക്കേണ്ടത് കാണുന്ന ആളുകളാ. ഒരു സിനിമ വിജയിക്കണമെങ്കിൽ എല്ലാ ഘടകങ്ങളും വേണം. അറിയാം സാർ. പിന്നെ പണം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമെങ്കിൽ ഞാൻ എന്താലോചിക്കാനാ? പണം നമുക്കൊരു പ്രശ്നമല്ല സാർ. പക്ഷേ ഒരു കാര്യമുണ്ട്, എന്റെ സിനിമകളെല്ലാം നല്ല നിലവാരമുള്ളതാ. അത് നശിപ്പിക്കരുത്. ഒരിക്കലുമില്ല സാറേ, തീർച്ചയായിട്ടും. എങ്കിൽ പണവുമായി അടുത്ത ദിവസം വന്നോളൂ. ഇപ്പോൾ വളരെ ഉപകാരം സാർ, വളരെ ഉപകാരം. എങ്കിൽ എന്റെ സമയം കളയരുത്, എനിക്ക് ഈ സ്ക്രിപ്റ്റ് മുഴുവനാക്കണം. ഞാൻ പണമായിട്ട് വരാം സാറേ. എനിക്കൊരു റോള് അതിലേക്ക് പിന്നെ ആവാം. സൂപ്പർ സ്റ്റാർ പപ്പീസിന്റെ പുതിയ ചിത്രം പച്ചില പഴുത്തില. മെഗാസ്റ്റാർ പപ്പീസ് സ്ട്രൈക്സ് അഗൈൻ. കുളിരണിഞ്ഞ മഞ്ഞണിപ്പൂക്കൾ 100ാം ദിവസം. എന്റെ പീലി, നമ്മുടെ പപ്പീസ് കയറി അങ്ങ് സൂപ്പർ സ്റ്റാർ ആയല്ലോ. അത് നേരാ. ഗംഭീറിനോട് കിടപിടിക്കുന്ന രീതിയിലാ ഇപ്പൊ അഭിനയിക്കുന്നെ. എന്നാലും എനിക്കിഷ്ടം ഗംഭീറിന്റെ സിനിമയാ. അത് പിന്നെ നല്ല സിനിമയായ കാണണം. അത് ഗംഭീർ എന്നോ പപ്പീസ് എന്നോ ഒന്നും എന്തായാലും പപ്പീസ് എത്ര കാലം ഉണ്ടാകുമെന്ന് ആർക്കറിയാം. അതൊന്നും നമ്മള് പറയണ്ട. ഇപ്പൊ സ്റ്റാർ പപ്പീസാ. നമ്മൾ തർക്കിക്കണ്ട, കാലം തെളിയിക്കട്ടെ. അതെ അതെ, കാലം തെളിയിക്കട്ടെ. അടുത്ത ഷോയ്ക്കുള്ള സമയമായി, വേഗം വാ. ടിക്കറ്റ് കിട്ടുമെന്ന് നോക്കാം. വേഗം പോയി നോക്കാം. സംഗതി നടക്കണം. ഗംഭീറിന്റെ സിനിമ ഓടുന്ന തിയേറ്ററുകളിൽ കയറി നിങ്ങൾ കൂവി നാണം കെടുത്തണം. ഓരോ സീൻ വരുമ്പോഴും നന്നായി കൂവണം. ഗംഭീർ നാണം കിടണം. അതൊക്കെ ഞങ്ങള് നോക്കി
പണം കിട്ടി ഞങ്ങൾ എന്തും ചെയ്യുന്നേ. പിന്നെ വഴികളിലുള്ള ഗംഭീറിന്റെ മുഖമുള്ള പോസ്റ്ററുകളെല്ലാം കീറി കളഞ്ഞേക്ക്. അതിൽ വേറെ പണം തരേണ്ടി വരും. ഓ അതിനെന്താ തരാലോ. ഞങ്ങള് പോവാ, പണി തുടങ്ങണം. കുറച്ചധികം പേരെ കൂടെ കൂട്ടിക്കോ. സിനിമ കാണാൻ പോകുമ്പോഴേ കൂമ്പ് നല്ല സ്ട്രോങ് ആവാനാ നല്ലതാ. അതിൽ പിന്നെയും പണം വേറെ തരണം കേട്ടോ. ഇത്ര ഇങ്ങനൊരു ആർത്തി പിടി. ശരി 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 ശരി. എല്ലാം നന്നായി ചെയ്തോളണം. അങ്ങനെ പപ്പീസ് സ്റ്റാറായി, സൂപ്പർ സ്റ്റാർ. കയ്യിലെ പണം ഒരുപാട് ചെലവായി. പണം ഉണ്ടാക്കുന്നതിന്റെ കഷ്ടപ്പാട് എനിക്ക് അറിയൂ. പണം എത്ര ചെലവായല്ല എന്താ. ഇപ്പൊ എല്ലാ സിനിമയിലും പപ്പീസിലെ താരം പാവ ഗംഭീറിനെ പോലുള്ള നായകന്മാർ. നമ്മുടെ ഫാൻസ് അസോസിയേഷന്റെ യോഗം വിളിച്ചിട്ടുണ്ട്. നമുക്ക് അവിടെ എത്രയും വേഗം എത്തണം. അതെന്തായാലും വേണം. നമുക്ക് അവർക്ക് എല്ലാവർക്കും നന്നായി കൂവുന്നതിനുള്ള ഒരു കോച്ചിങ് കൊടുക്കണം. വരൂ വരൂ. എങ്കിൽ ശരി, നമുക്ക് പോകാം. എന്നാൽ എന്റെ സാറ് ആലോചിച്ച് നോക്കിയേ, ഞാൻ പപ്പീസിനോട് ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന്. അതൊന്നും സാരമില്ല ഗംഭീർ, എല്ലാം ശരിയാകും. സാറേ എല്ലാം സഹിക്കാം. എന്നെ കുറിച്ച് പല അപവാദങ്ങളും പറഞ്ഞു വരുത്തുന്നുണ്ട് പപ്പീസ്. അല്ല, ഈ സിനിമയൊക്കെ നിർമ്മിക്കാൻ പപ്പീസിന് എവിടുന്നാ പണം? ആർക്കറിയാ സാറേ. എന്തായാലും നേരായ വഴിക്കല്ല, എന്തോ തരികട ഇടപാട് പപ്പീസ് നടത്തിയിട്ടുണ്ടെന്നുള്ളത് ഉറപ്പാ. പപ്പീസ് സ്റ്റാറില്ല സാറേ. ഒക്കെ മാറി മാറിയും ഒരു ദിവസം നേരായ വഴിയെ വിജയം കണ്ടെത്തുന്നവർക്ക് ജീവിതത്തിലായാലും അഭിനയത്തിലായാലും നായകനായി നിലനിൽക്കാനാവൂ. എന്തായാലും നല്ലൊരു സിനിമ ചെയ്താലേ എനിക്കൊരു ബ്രേക്ക് കിട്ടുള്ളൂ. അതിനായിട്ട് ഞാനേ ജിബിൻ ദാസ് സാറിന് കാണാൻ പോവാ. എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കട്ടെ സാർ. തീർച്ചയായും ധൈര്യമായിട്ട് പോയി വാ. ജിബിൻ ദാസ് സാർ അവിടെ ഉണ്ടായാ മതി. നിരാശയൊന്നും വേണ്ട കേട്ടോ മനസ്സിൽ. ഓ ശരി സാറേ. ഗംഭീറിന്റെ ക്ലൈമാക്സ് സീൻ നല്ലതല്ലായിരുന്നോ? സൂപ്പർ ക്ലൈമാക്സ് ആയിരുന്നു. പിന്നെ എന്തിനാ കൂവിയത്? അത് പപ്പീസ് ഫാൻസ് അസോസിയേഷന്റെ തീരുമാനല്ലേ? അങ്ങനെ ഞാനത് മറന്നുപോയല്ലോ. ഗംഭീറിന്റെ നല്ല നല്ല സിനിമകള് 8 നിലയിലല്ലേ പൊട്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൂല് കാരണല്ലേ പൊട്ടിക്കൊണ്ടിരിക്കുന്നത്. നേരാട്ടോ, പപ്പീസിന്റെ എല്ലാ സിനിമയും സൂപ്പർ ഹിറ്റ് അല്ലേ? പറയാനുണ്ടാ സൂപ്പർ ഹിറ്റ് ഒക്കെ നല്ലപോലെ പണം മുടക്കുന്നുണ്ട്. അത് ശരിയാ. പക്ഷേ ഈ പപ്പീസ് പണൊക്കെ എവിടുന്ന് ഉണ്ടാക്കണാവോ? വല്ല ബാങ്ക് കവർച്ച ഉണ്ടാവോ? അങ്ങനൊന്നും പറയരുത്. പപ്പീസ് ഇപ്പൊ സൂപ്പർ സ്റ്റാർ അല്ലേ? അല്ല, ഞാൻ പറയുന്നേ. അതെ, വേഗം നടക്ക്, അടുത്ത സിനിമയ്ക്കുള്ള സമയായി. ശരിയാ, എന്തോരം കഷ്ടപ്പാടാ. ഇനി അടുത്ത ഗംഭീറിന്റെ പടത്തിന് കയറി കൂവണല്ലോ. കൂവിക്കൂവി തൊണ്ടര ഇടപെട് തീർന്നു. അപ്പൊക്കെ പറഞ്ഞതുപോലെ തന്നെ പുതിയ സിനിമയുടെ പൂജയ്ക്ക് ചിലപ്പോഴേ ഞാൻ എത്തൂ. എന്താ മോട്ടു, എന്താ കിടക്കുന്നത്? എന്ത് പറ്റി? എന്താ പപ്പീസിന് പറ്റിയത്? കാര്യം പറ. പപ്പീസ് ടിവിയിൽ വരും. വലിയ സ്റ്റാർ അല്ലേ, അതിനാണോ ഈ കിതപ്പും ഓട്ടവും ഒക്കെ? അല്ല സാറേ, അതല്ല. കാര്യം പറയുമോ? പപ്പീസിനെ പോലീസ് അറസ്റ്റ് ചെയ്തെന്ന്. അത് പുതിയ സിനിമയുടെ ട്രailer ആയിരുന്നു. അയ്യോ അല്ല സാറേ, ഇത് ശരിക്കും അറസ്റ്റ് ചെയ്തു. എന്തിനാ അറസ്റ്റ്? അത് പിന്നെ പ്രൊഡ്യൂസറുടെ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയതിനാ. തട്ടിക്കൊണ്ടുപോയി? അതെ സാറേ, കഴിഞ്ഞ 1 വർഷം കൊണ്ട് 3 പ്രൊഡ്യൂസർമാരുടെ കുട്ടികളെ തട്ടിക്കൊണ്ടുപോയത്. അങ്ങനെയാ പപ്പീസിന്റെ സിനിമയ്ക്ക് പ്രൊഡ്യൂസർമാരെ കണ്ടെത്തിയെന്ന ന്യൂസ്. എന്തായി? വെറുതെയല്ല പപ്പീസിന്റെ കയ്യിൽ പണമുണ്ടായത്. കഷ്ടായി പോയി. ഗംഭീർ, ഞാൻ പറഞ്ഞില്ലേ ഇതൊന്നും ശാശ്വതമല്ലെന്ന്. ഗംഭീറിന്റെ ജീവിതത്തെ നശിപ്പിക്കുവാൻ വേണ്ടി പപ്പീസ് പല കുതന്ത്രങ്ങളും വായിറ്റി. ഇപ്പോഴവസാനം എന്തായി? വലിയൊരു കുറ്റവാളിയായി പപ്പീസ് മാറി. എന്നാലും കഷ്ടമായി പോയി. കൈവിലങ്ങൊക്കെ വെച്ചാ പപ്പീസിനെ കൊണ്ടുപോകുന്നത്. ഒരു മെഗാസ്റ്റാറിന്റെ അവസ്ഥയെ. മോട്ടു, ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും. മറ്റുള്ളവരെ ഉപദ്രവിക്കുക, മറ്റുള്ളവരുടെ ഉയർച്ചയ്ക്ക് തടസ്സം നിൽക്കുക, ഇതൊന്നും അത്ര ശരിയല്ല. മാത്രമല്ല, അങ്ങനെ ഉപദ്രവിക്കുന്നവർക്ക്
ഒരിക്കലും വിജയത്തിലേക്ക് എത്തുവാൻ കഴിയുകയുമില്ല. ശരിയാ ഗംഭീർ, ഗംഭീറിന്റെ ജീവിതം ശരിയായ രീതിയിലാ, വളർച്ചയും ശരിയായ രീതിയിലാ. ദൈവം തന്ന ദാനങ്ങൾ ശരിയായ രീതിയിൽ ഉപയോഗിച്ചപ്പോൾ ഗംഭീറിന് വലിയ വിജയങ്ങൾ കൈവരിക്കാൻ കഴിഞ്ഞു. ഗംഭീറിന് ഇനിയും നല്ല നല്ല സിനിമകൾ കിട്ടാൻ ഈശ്വരന്റെ ഇടപെടൽ ഉണ്ടാകും, തീർച്ച. സഹൃദയരായ കൂട്ടുകാരിൽ നിന്നും ഇനി സമൃദ്ധി നൽകുന്ന വചനത്തിലൂടെ സഞ്ചരിക്കാം. ടിങ്കു ടിങ്കു ലിറ്റിൽ സ്റ്റാർ. ഹായ് ടിങ്കു. ഹായ് കൂട്ടുകാരെ. ഹായ് അങ്കിൾ. ഓ, ഇന്ന് ടിങ്കുനെ കണ്ട് വളരെ ബിസിയാന്ന് തോന്നുന്നല്ലോ. ഞാൻ ഇച്ചിരി ബിസിയാ. ഓ, ഇങ്ങനെ ദേഷ്യപ്പെടാതെ. എന്താ ഇത്രമാത്രം ബിസി? അങ്കിൾ, എനിക്ക് ഒരുപാട് ഹോംവർക്ക് ഉണ്ട്. ഹോംവർക്ക് ഉണ്ട് അല്ലേ? ഓ, ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളത് കൊണ്ടാണ് ടിങ്കു ഇത്രമാത്രം ബിസി ആയിട്ടുള്ളത്. നല്ല കാര്യമാണ് അന്നുള്ള പാഠങ്ങളൊക്കെ പഠിക്കുകയും ഹോംവർക്കൊക്കെ ചെയ്യുക എന്ന് പറയുന്നത്. അതല്ല അങ്കിൾ. പിന്നെ എന്താ? ഞാൻ വെറുതെ ചെയ്യുന്നതല്ല. പിന്നെ എന്നെ ടീച്ചർ വഴക്ക് പറയും. ഓ, ടീച്ചർ വഴക്ക് പറയുന്നതുകൊണ്ടാണോ? അപ്പോൾ ടീച്ചറിനെ പേടിച്ചാണോ ഇത്രയും കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യുന്നത്? അതെ. അപ്പോൾ ശരിക്കും ടിങ്കു ചെയ്യുന്ന ആർക്ക് വേണ്ടിയാ? ടീച്ചർക്ക് വേണ്ടി. അപ്പോൾ ടിങ്കുവിന് വേണ്ടിയല്ലേ? അല്ല അല്ല. അങ്ങനൊരു കഥ പറയാം. അത് കേട്ട് കഴിയുമ്പം ടിങ്കുവിൻ്റെ മിസ്റ്റേക്ക് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഒരു ഇടവകയിൽ നടന്ന കാര്യമാണ് ഞങ്ങൾ പറയാനായിട്ട് പോകുന്നത്. ആ ഇടവകയിൽ ഒരുപാട് സ്ഥലമുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ അച്ഛൻ തീരുമാനിച്ചു, എല്ലാവരും കൂടി ഒരുമിച്ച് വരികയാണെങ്കിൽ നമുക്ക് ഈ പാടമൊക്കെ വിത്ത് വിതച്ച് ധാരാളം കൊയ്ത്തൊക്കെ നമുക്ക് നടത്താം. അപ്പോൾ എല്ലാവരും കൂടെ തീരുമാനിച്ചു, ശരി ഞങ്ങളെല്ലാം കൂടാം. അങ്ങനെ പറഞ്ഞ ദിവസം എല്ലാവരും വന്നു, എല്ലാവരും ചേർന്ന് വിത്തൊക്കെ വിതച്ചു. അങ്ങനെ വിത്ത് വലുതായി കൊയ്യുവാൻ പാകത്തിന് സമയമായി. എന്നിട്ട് എന്തുണ്ടായെങ്കിൽ അച്ഛൻ ഇടവകയിൽ പറഞ്ഞു, എല്ലാവരും കൊയ്യാനായിട്ട് വരണം. അപ്പോൾ ആളുകളൊക്കെ ഓക്കെ പറഞ്ഞു. പിറ്റേ ദിവസം അതിരാവിലെ തന്നെ പലരും വരുവാനായിട്ട് തുടങ്ങി. എന്നാൽ ആദ്യം എത്തിയത് ആരാന്നറിയാമോ? ആ ഇടവകയിലെ ഒരു ചെറിയ പെൺകുട്ടിയാണ്. അവൾ വളരെ ഉത്സാഹത്തോടുകൂടെ അതിരാവിലെ തന്നെ എത്തി. അവൾക്ക് വേണ്ട ഭക്ഷണ സാധനങ്ങളും എല്ലാം കരുതിയാണ് അവൾ അന്ന് അവിടേക്ക് വന്നത്. എന്നിട്ട് എന്തുണ്ടായെന്നോ? മറ്റു പലരും പല സമയത്താണ് വന്നത്. വന്നു കഴിഞ്ഞാലും പലരും വർത്തമാനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. ചിലരെല്ലാം തമാശകളൊക്കെ കേട്ടുകൊണ്ടിരുന്നു. ചിലർ അലക്ഷ്യമായിട്ട് വേണ്ടത്ര ഇമ്പോർട്ടൻ്റ് കൊടുക്കാതെ അത് ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ അച്ഛൻ നോക്കുമ്പോൾ ഈ പെൺകുട്ടി വളരെ ആത്മാർത്ഥതയോടെ അതിരാവിലെ വന്ന് ഈ കൊയ്ത്തിൽ സഹായിച്ചു. അപ്പോൾ അച്ഛൻ എല്ലാവരോടും പറഞ്ഞു, നിങ്ങൾ കൊയ്യുന്നത് നിങ്ങൾ മാറ്റി വെക്കണം. എത്ര കൊയ്തുവെന്ന് എനിക്കറിയാനായിട്ട് താല്പര്യമുണ്ട്. അങ്ങനെ അവരവരുടേത് അവർ പതിയെ മാറ്റി മാറ്റി വെച്ചു. നിങ്ങൾക്കറിയാമോ ഏറ്റവും കൂടുതൽ ആരായിരിക്കും കൊയ്തിട്ടുണ്ടാകുക? അതെ, ടിങ്കു പറഞ്ഞത് ശരിയാ. ആ ചെറിയ പെൺകുട്ടി അവൾ കൊയ്തത് ഏറ്റവും കൂടുതലുണ്ടായിരുന്നു. വൈകുന്നേരമായി, കൊയ്ത്തെല്ലാം കഴിഞ്ഞു. അച്ഛൻ എല്ലാവരോടും പറഞ്ഞു, ഇനി ഞാനൊരു കാര്യം പറയാം. എന്താണ് അച്ഛൻ പറഞ്ഞത്? അച്ഛൻ പറഞ്ഞത് എന്താണെന്നറിയാമോ? എന്താണ്? നിങ്ങൾ കൊയ്ത നെല്ലെല്ലാം നിങ്ങൾക്ക് കൊണ്ടുപോകാം. അയ്യോ, ഇത് കേട്ടപ്പം എല്ലാവർക്കും വളരെ സങ്കടമായി. എന്താ കാരണം? എന്നാൽ ഏറ്റവും കൂടുതൽ കൊയ്തത് ആരാണ്? ചെറിയ അങ്ങോട്ട്. അവൾ കൊയ്തത് മൊത്തം അവൾക്ക് കൊണ്ടുപോകാനായിട്ട് സാധിച്ചു. ഈ കഥ ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ചെയ്യുന്നത് നമുക്ക് വേണ്ടിയാണെന്നുള്ള ചിന്തയും കൂടി ഉണ്ടെങ്കിൽ കൂടുതൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പലപ്പോഴും മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ അത് പലപ്പോഴും പരാജയമാണ് സംഭവിക്കുക. കർത്താവ് പറഞ്ഞു, നാം ഭൂമിയിൽ പറഞ്ഞിരിക്കുന്ന ഓരോ വാക്കുകളും ഓരോ പ്രവൃത്തികൾക്കും തക്ക പ്രതിഫലം കിട്ടും. നാം ചെയ്തത് നന്മയാണെങ്കിൽ അതിൻ്റെ പ്രതിഫലമാണ് നാം അനുഭവിക്കാനായിട്ട് പോകുന്നത്. പ്രിയ കൂട്ടുകാരെ, നിങ്ങളെവിടെയാണുള്ളത്? ആ ചെറിയ പെൺകുട്ടിയെ പോലെ ഉത്സാഹത്തോടുകൂടെ ദൈവത്തിന് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എനിക്ക് എൻ്റെ തെറ്റ് മനസ്സിലായി. ഇനി എനിക്ക് വേണ്ടി ഞാൻ ചെയ്യും. തീർച്ചയായിട്ടും ടിങ്കു, നമ്മൾ നല്ല ഉത്സാഹത്തോടുകൂടെ നമ്മുടെ ജീവിത വിജയത്തിനും കൂടെ നാം പ്രവർത്തിക്കണം. അവിടെയാണ് ജീവിതത്തിൽ വിജയമുണ്ടാകുക. ഓക്കെ, ബൈ. എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ നമ്മുടെ ഒത്തുചേരൽ? നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കായി കാത്തിരിക്കുന്നു. കത്തുകൾ അയക്കേണ്ട വിലാസം
വിലാസം: ദ പ്രൊഡ്യൂസർ, ജീസസ് കിഡ്സ്, ശാലോം TV, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്. പിൻകോഡ് 673528. രസക്കൂട്ടുകൾ നിറഞ്ഞ അടുത്ത എപ്പിസോഡുമായി കാണുന്നതുവരെ വിട.